ദൂതനെ വിട്ട് കാര്യങ്ങൾ നടത്തി ജനാധിപത്യത്തെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ് മുൻ മന്ത്രി AC മൊയ്തീൻ MLA. കുന്നംകുളം MLA മുൻ മന്ത്രി കൂടിയായ ഈ AC മൊയ്തീൻ കരുവന്നൂർ ബാങ്കിലെ പാവങ്ങളുടെ പണം തട്ടിയതിലെ പ്രധാനിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ കേരളം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ അട്ടിമറി നടത്തിയതും AC മൊയ്തീൻ്റെ നേതൃത്വത്തിലാണെന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ കുതിരക്കച്ചവടമായ വടക്കാഞ്ചേരി തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ 2 MLA-മാർക്ക് പങ്കുണ്ടെന്നാണ് പുറത്തു വരുന്ന സൂചന. വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും ഈ സ്വതന്ത്ര അംഗത്തിൻ്റെ അതായത് ജാഫറിൻ്റെ ഫോൺ സംഭാഷണം പുറത്തുവിടുകയും ചെയ്ത PI ഷാനവാസാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മുൻമന്ത്രിയും കുന്നംകുളം MLA-യുമായ AC മൊയ്തീൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർക്ക് ഈ ജനാധിപത്യ അട്ടിമറിയിൽ പങ്കുണ്ടെന്നാണ് ഷാനവാസിൻ്റെ വെളിപ്പെടുത്തൽ. ഇത് വിജിലൻസ് ഏറ്റെടുത്ത ഒരു കേസാണെങ്കിലും AC മൊയ്തീനെ പോലെയുള്ളവർ ഇടപെട്ടതിനാൽ ED അന്വേഷണത്തെ വരെ അട്ടിമറിച്ച വമ്പൻ സ്രാവുകളെ ഇതിലും സംശയിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതായത് ഈ ലീഗ് സ്വതന്ത്ര അംഗം ജാഫറിൻ്റെ ഫോൺ സംഭാഷണവും ഫോൺ രേഖകളും പരിശോധിക്കാൻ പോകുകയാണ്. സർക്കാരിനെ ബാധിക്കുന്നൊരു വിഷയമാണിത്. പക്ഷേ വിജിലൻസിന് കേസ് അന്വേഷിച്ചേ പറ്റൂ. സ്വാഭാവികമായി വിജിലൻസിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടാകുമെന്ന് ഉറപ്പാണ്. കേരളത്തിൻ്റെ വിജിലൻസ് വന്നത് തന്നെ ഇതിനെ അട്ടിമറിക്കാനാണെന്നുള്ളൊരു സംശയവും ആ നാട്ടിൽ വന്നിരിക്കുകയാണ്. വിജിലൻസ് ഇതുവരെ ജാഫറിനെ ചോദ്യം ചെയ്തിട്ടേയില്ല. ആരോപണം ഉന്നയിച്ചവരോട് പോലും സംസാരിച്ചിട്ടില്ലെന്നും ഷാനവാസ് പറയുന്നു. വിജിലൻസ് നിലവിൽ പ്രാഥമിക അന്വേഷണമാണ് അവിടെ നടത്തി വരുന്നത്. ശബ്ദരേഖ ഇത്രയും ആധികാരികമായിട്ട് ഉണ്ടാകുമ്പോഴും ശബ്ദരേഖയല്ലാത്ത മറ്റ് രേഖകളുണ്ടോ എന്നാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ AC മൊയ്തീൻ MLA-യുടെ ദൂതൻ ജാഫറിനെ സമീപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ ദൂതനും ജാഫറിനെ ബന്ധപ്പെട്ടു. ഡീൽ ഉറപ്പിച്ച് നടത്തിയ കച്ചവടമാണ് 27-ാം തീയതി കേരളം കണ്ടത്. ജനാധിപത്യം ഇവിടെ തല താഴ്ത്തി നിന്നത്. ഇതിനൊക്കെ തെളിവ് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ ഭദ്രമായുണ്ട്. പക്ഷെ അതൊന്നും വാങ്ങാൻ വിജിലൻസ് തയ്യാറാകുന്നില്ല. ജാഫറിൻ്റെ ഫോൺ രേഖകൾ അടിയന്തരമായി പരിശോധിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള ഈ ജാഫറിൻ്റെ ഫോൺ സംഭാഷണങ്ങൾ പരിശോധിച്ചാൽ AC മൊയ്തീൻ്റെ പങ്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ചോദിച്ചാലും ഇല്ലെങ്കിലും തൻ്റെ കൈവശമുള്ള ഫോൺ സംഭാഷണം അടക്കമുള്ള രേഖകൾ വിജിലൻസിന് രേഖാമൂലം കൈമാറുമെന്നും ഷാനവാസ് വ്യക്തമാക്കി കഴിഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുകയാണ് പ്രതിപക്ഷം. രാഷ്ട്രീയമായി ഈ വിഷയത്തെ നേരിടാൻ തന്നെയാണ് ഇന്നലെ ചേർന്ന യോഗത്തിലെ തീരുമാനം. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ രീതി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതുവരെ അതിശക്തമായ സമരത്തിനാണ് വടക്കാഞ്ചേരിയിൽ UDF കൊപ്പുകൂട്ടുന്നത്. അതായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 50 ലക്ഷം രൂപ CPIM വാഗ്ദാനം ചെയ്തതായി ജാഫറിൻ്റെ ഓഡിയോ വളരെ വ്യക്തമായി പുറത്തു വന്നതാണ്. കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റായ മുസ്തഫയോട് ഈ ജാഫർ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയായിരുന്നു പുറത്തു വന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഇരുവരും തമ്മിൽ ഈ സംഭാഷണം നടന്നത്. അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായ ഷാനവാസ് ഈ ഓഡിയോ പുറത്തുവിടുകയായിരുന്നു. ആ ഓഡിയോയിൽ പറയുന്നത് പ്രകാരം 2 ഓപ്ഷനാണ് CPM സ്വതന്ത്ര അംഗമായ ജാഫറിന് നൽകുന്നത്. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാകാം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ സ്വീകരിച്ച് CPM-ൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും വോട്ട് നൽകാം. ഇതായിരുന്നു CPM നൽകിയ ഓഫർ. ഇതിന് പിന്നാലെ 50 ലക്ഷം രൂപ വാങ്ങാനാണ് തീരുമാനമെന്ന് ആ ലീഗ് പ്രവർത്തകൻ, ആ ലീഗിൻ്റെ സ്വതന്ത്ര അംഗം CPM പാർട്ടിയെ അറിയിക്കുകയായിരുന്നു. അതോടെ കച്ചവടം 50 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിക്കുകയാണ്. LDF-നും UDF-നും 7 അംഗങ്ങൾ വീതമുണ്ടായിരുന്ന ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗ് സ്വതന്ത്രാംഗം കൂറുമാറി വോട്ട് ചെയ്തതിന് പിന്നാലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDF-ന് CPM-ന് സ്വന്തമായി കിട്ടി. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനാകട്ടെ ജാഫർ ആ ഭാഗത്തെങ്ങും എത്തിയില്ല. ഇതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും LDF-ൻ്റെ കയ്യിലായി. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ജാഫർ അംഗത്വമെല്ലാം രാജിവെച്ചുകൊണ്ട് കത്തും നൽകി. UDF-നൊപ്പം നിന്നാൽ
ഇരു പാർട്ടികളും 7 വോട്ടുകൾ നേടി സമനിലയിലെത്തും, അതുകൊണ്ട് തനിക്ക് നേട്ടമൊന്നും ഉണ്ടാകില്ലല്ലോ എന്ന് ജാഫർ ചോദിക്കുന്നതും ആ ശബ്ദരേഖയിൽ വളരെ വ്യക്തമാണ്. LDFിൻ്റെ പക്കൽ നിന്ന് പണം ലഭിച്ചാൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം അതോടെ അവസാനിപ്പിക്കുമെന്നും ഞാൻ സെറ്റിലാകുമെന്നും ജാഫർ പറയുകയാണ്. പറഞ്ഞതുപോലെ തന്നെ അംഗത്വം രാജിവെച്ച് ജാഫർ മുങ്ങി. CPMൻ്റെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ പൊങ്ങുകയാണ്. ഏതായാലും 2010 തുടങ്ങി തുടർച്ചയായി 15 വർഷങ്ങൾ LDF ഭരിച്ചിരുന്ന ഇടമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത്. 2020 അത് 13 സീറ്റുകളിൽ 11 സ്വന്തമാക്കി LDF ഭരണത്തിലെത്തിയ ആ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഇത്തവണ ഇരു പാർട്ടികൾക്കും തുല്യ വോട്ടുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. UDF തരംഗം അവിടെ ഉണ്ടായത്. എന്നാൽ അങ്ങനെ തൻ്റെ തട്ടകം UDFന് വിട്ടുകൊടുക്കാൻ AC മൊയ്തീൻ സാഹിബും അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായി നടക്കുന്ന MLA സേവിയറും തയ്യാറല്ല. പണമെങ്കിൽ പണം, അത് ഇഷ്ടം പോലെ തട്ടിച്ചെടുത്തത് തൻ്റെ കയ്യിലുണ്ട്. അതങ്ങോട്ടെടുത്ത് വാരിയെറിയുകയായിരുന്നു. ജനാധിപത്യം തകർന്ന് തരിപ്പണമായി മാറിയ ദിവസം. BJP ഈ രാജ്യത്ത് പലയിടത്തും നടത്തുന്ന കുതിരക്കച്ചവടം നമ്മൾ പറഞ്ഞ് ചിരിക്കാറുണ്ട്, അത്ഭുതപ്പെടാറുണ്ട്. ഇപ്പോഴിതാ നമ്മുടെ വടക്കാഞ്ചേരിയിലും വിജയിപ്പിച്ചെടുത്തത് CPM. അത് കണ്ടുപിടിക്കാൻ വിജിലൻസിന് കഴിയുമോ എന്നതാണ് UDF ഇപ്പോൾ നോട്ടമിട്ട് വച്ചിരിക്കുന്നത്.